പലപ്പോഴും ജിംഖാനയിൽ ഒരു ഫിസിക്കൽ സ്ട്രെയിൻവേഴ്സ് ഉണ്ടല്ലോ, അടി ഇടി കുത്ത്, ഖാലിദ് റഹ്മാൻ സ്പെഷ്യൽ. പിന്നെ അതുമാതിരി പടക്കത്തിലാണെങ്കിലും എഫേർട്ട് കുറേ ഉണ്ട്. ഈ പല എന്താ പറയുക ഇമോഷൻസ് ഇതിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി മിസ്റ്ററി ത്രില്ലർ ആ ഒരു ജോണറിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിഫറൻസ് എന്തായാലും ഒരു പ്രോസസ്സ് ഉണ്ടാവും. പക്ഷെ അതിൽ മാറ്റി പിടിക്കേണ്ടി വന്നിട്ടുണ്ടോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്? അല്ല, ഇതിൽ എനിക്ക് കൂടുതലും ഇതിൻ്റെ ഒരു ക്യാരക്ടർ അഡാപ്റ്റേഷൻ ആണ് ഇതിൻ്റെ ഒരു ഇതിൽ പറയുന്ന ഒരു പീരീഡ് സമയത്ത് നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിൻ്റെതായ കോസ്റ്റ്യൂമും ലുക്കും സംസാര ശൈലിയും അതൊക്കെയാണ് ഇതിലൊരു ചാലഞ്ചിങ് പാർട്ടായിട്ട്. സംസാര ശൈലി എന്തായിരുന്നു? മലയാളം തന്നെ, പക്ഷെ നമുക്ക് ഭയങ്കര കൊളോക്കലായിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. ഈ ഫ്രണ്ട്ലി ടോക്കില്ലേ, അതും എന്താണ് ബ്രോ അതൊന്നും പറ്റില്ല. അതിന്റെ അല്ല, ഇപ്പൊ ബാബുലേട്ടൻ സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത്. അപ്പൊ ബാബുലേട്ടന്റെ ഫുൾ സ്ക്രീൻ പ്ലേ പുള്ളിക്കൊരു വിഷൻ ഉണ്ട്, ഇങ്ങനെ ആയിരിക്കണം ഡയലോഗ്സ്, ഇതായിരിക്കണം ഇതിന്റെ മീറ്റർ. അല്ലെങ്കിൽ നമ്മളിപ്പോ നോർമലി പറയുന്ന ഒരു സെന്റൻസിന്റെ ഒരു മീറ്റർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇവിടെ ഒരു പോസ് ഉണ്ടാവും, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാൻ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ തന്നെ എക്സാമ്പിൾ പറയാൻ ഇപ്പോ എന്നുള്ള ഒരു ഗ്യാപ്പ് വന്നു. അത് ചിലപ്പോ പുള്ളി എക്സാമ്പിൾ ഇപ്പോ പെട്ടെന്നാക്കി തരും. അപ്പൊ മൊത്തത്തിൽ അതൊരു പ്ലേ ഇല്ല. നമ്മൾ നോർമലി കേൾക്കുന്ന സൗണ്ടിങ് ഡിഫറെന്റ് ആക്കാൻ പുള്ളി എപ്പോഴും ശ്രമിക്കും. അപ്പൊ നമുക്ക് നാച്ചുറലി വരുന്നത് എപ്പോഴും പറയാൻ പറ്റില്ല. അപ്പൊ പുള്ളിക്ക് ഒരു ലേ ഔട്ട് ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിന്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്ലേ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നിന്ന് അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് അഡാപ്റ്റ് ആവാൻ കുറച്ച് സമയം എടുത്തു.